ആളുകൾ ഉറക്കമായപ്പോഴാണ് ഗോതമ്പിനിടയിൽ അവർ കളകൾ വിതച്ചു പോയത്. ഒരു ആധ്യാത്മിക ഉറക്കം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മൾ തകർന്നു പോകുന്നത്. നമ്മൾ മനസ്സിലാകുക, ഞാൻ ആധ്യാത്മികമായി ഒരു ഉറങ്ങിപ്പോകുന്നുണ്ടോ? ഉറക്കത്തിൻ്റെ സമയത്ത് ശത്രുക്കൾ വന്ന് കളകൾ വിതച്ചു പോയി എന്നുള്ളതാണ്. 4 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ആധ്യാത്മിക ജീവിതത്തിലെ ആധ്യാത്മിക കമ്പാരിസൺ. ഒന്നാമതായിട്ട് അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഞാൻ അവരെക്കാൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, അവരെക്കാൾ നന്നായിട്ട് കുറേ സമയം ഇരിക്കുന്നുണ്ട് എന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ അത് പിശാചിന്റെ പ്രലോഭനമാണെന്ന് മനസ്സിലാക്കുക. ആധ്യാത്മിക കമ്പാരിസൺ, ആധ്യാത്മിക ഉറക്കം തന്നെയാണ്. 2, ആധ്യാത്മികമായ മടി. രണ്ടാമത് അതാണ് കാര്യം. കാര്യത്രയേ ഉള്ളൂ, ബാക്കി എല്ലാത്തിനും എനിക്ക് സമയമുണ്ട്. ആ പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഉറങ്ങിപ്പോകണതായിരിക്കും, മടി ഇങ്ങനെ വരും. ചില സമയം ഒരു ദിവസം നമ്മൾ ഇരുന്നു, പിന്നെ നമ്മൾ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി ആ സമയമാകുമ്പോൾ ഒരു ത്യാഗം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ നമ്മൾ നോക്കില്ല, ത്യാഗം ഏറ്റെടുക്കാൻ നമ്മൾ നോക്കില്ല. അത് നമ്മൾ അറിയാതെ തന്നെ പിശാച് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ട് ആധ്യാത്മിക മടി. മൂന്നാമതായിട്ട് ആധ്യാത്മിക തിരക്ക്. ആ സമയത്ത് കുറേ തിരക്ക് ഇങ്ങനെ വരും. ദൈവസന്നിധിയിൽ വരാതെ ഇങ്ങനെ കുറേ തിരക്ക്. അത് ചെയ്യണം, കൊച്ചിന് വിടണം, അതുപോലെ ജോലിക്ക് പോകണം, അതുപോലെ തന്നെ എനിക്ക് വസ്ത്രം കഴുകണം, എന്തൊക്കെ തിരക്കായിരിക്കും അറിയുമോ. ആ സമയത്ത് പ്രാർത്ഥനയുടെ സമയം മാറ്റിവെക്കാൻ വേണ്ടി ആധ്യാത്മിക തിരക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു. ഇനിയും 4മതായിട്ട് ആധ്യാത്മിക കണക്ക്. നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിന് മുമ്പിൽ ഇങ്ങനെ കണക്ക് പറയുന്നവർ. ഇത്ര നൊവേന ചൊല്ലിയിട്ടുണ്ട്, ഇത്ര മണിക്കൂർ ഇരുന്നിട്ടുണ്ട്, ഇന്ന് ഇത്രയും കാര്യം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക. ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിന് കണക്കുകളൊന്നും വേണ്ടല്ലോ, ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഞാനും എൻ്റെ ദൈവവും തമ്മിൽ ഒരു ധാരണകളില്ലാതെ മനസ്സ് തുറന്നങ്ങോട്ട് വിട്ടേക്കണം. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആരെയും കുറ്റപ്പെടുത്താനല്ല, നമ്മളൊന്ന് ആത്മശോധന ചെയ്യുക. എൻ്റെ ജീവിതത്തിൽ ഇത് ഏതെങ്കിലും വന്ന് കിടക്കുന്നുണ്ടോ എന്നുള്ളത്. ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് മാറ്റിയില്ലെങ്കിൽ പതുക്കെ ഞാൻ കളകളിലേക്ക് പോകും. എൻ്റെ ജീവിതത്തിൽ കളകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമുക്ക് എടുത്തു മാറ്റാം, പ്രാർത്ഥിക്കാം.